ഉണ്ണി മുകുന്ദൻ ഫിലിംസിൻ്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി സംവിധാനം ചെയ്ത ചിത്രം ഇന്നലെ റിലീസ് ചെയ്ത പടം മാർക്കോ തിയേറ്ററിൽ പോയി കണ്ടു. പടത്തെക്കുറിച്ച് ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര ആക്ഷൻ പാക്ഡ് വയലൻസ് കുത്തി നിറച്ചിട്ടുള്ള ഒരു ഗംഭീര തിയേറ്റർ വാച്ച് മൂവി. ഉണ്ണി മുകുന്ദൻ ഈ പടത്തിൽ നിറഞ്ഞാടിയിട്ടുണ്ട്. ഇതൊരു സ്പിൻ ഓഫാണ്. ഇത് മിഖായൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഹനീഫ് അദേനിനെ സംവിധാനം ചെയ്തിട്ടുള്ള മിഖായൽ എന്ന് പറഞ്ഞ പടത്തിലുള്ള മാർക്കോ എന്നൊരു ക്യാരക്ടറിൻ്റെ മാത്രം ഒരു 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 സിനിമയാണ്. ആ മാർക്കോൻ്റെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലിനകത്തുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു മർഡർ, അതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിവെഞ്ച് ആ രീതിയിൽ പോകുന്ന ഒരു ഒന്നൊന്നര ആക്ഷൻ പാക്ഡ് മൂവിയാണ് മാർക്കോ. പടം തുടങ്ങുന്നത് തന്നെ ഈ ആങ്ങായി പിറന്നോൻ എന്നുള്ള പാട്ട് പാടിയിട്ടാണ്. KGF-ൻ്റെ ആ ഗാനം ആലപിച്ച ആൾ തന്നെയാണ് ഈ പടത്തിലെ ഈ ഗാനം ആലപിച്ചിട്ടുള്ളത്. ഈ പാട്ട് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അത് തന്നെ പടത്തിന് ഭയങ്കര മൂഡ് നമുക്ക് എലിവേറ്റ് ചെയ്ത ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചു വരും. എന്നിട്ട് അതിന് ശേഷം ഇവരെ കുടുംബത്തിൽ വെച്ച് നടക്കുന്ന ഒരു മർഡർ, അതിനെ ചുറ്റിപ്പറ്റിയിട്ട് ആ മർഡർ ചെയ്ത ആളെ തെരഞ്ഞ് കണ്ടുപിടിച്ച് അതിനകത്തുള്ള ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ, അതിനകത്ത് ഇൻവോൾവ് ചെയ്ത ആൾക്കാരൊക്കെ ഈ ഉണ്ണിമുകുന്ദനെ കൊന്നു തീർക്കുന്നത്, അതിന് മറുപടി എന്നോണം തിരിച്ച് അവരുടെ സൈഡിൽ നിന്നുള്ള ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള റിവെഞ്ച്, അതിൽ നിന്നുള്ള തിരിച്ച് അങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു ടോട്ടൽ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ നിറഞ്ഞു നിൽക്കുന്ന ഒരു പടമാണ് മാർക്കോ. പടത്തിൽ ഒരുപാട് പോസിറ്റീവ് എലമെൻറ്റ്, കാരണം ഒന്നൊന്നര മേക്കിംഗ് ആണ്. പ്രത്യേകം ഏത് സ്ഥലം എന്ന് പോലും അത് പറയണില്ല. അതൊരു പാൻ ഇന്ത്യൻ, ഒരു പാൻ വേൾഡ് മൂവി എന്നുള്ള രീതിയിൽ തന്നെ പറയാം. ഒരു പ്രത്യേക സ്ഥലം മെൻഷൻ ചെയ്യാത്ത രീതിയിലാണ് ഈ പടം എടുത്തിട്ടുള്ളത്. ഗോൾഡ് സ്മഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് ബേസിക്കലി ഇതിനകത്തുള്ള ഒരു നെക്സസ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അതിൻ്റെ സിൻഡിക്കേറ്റ് ഒക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ ഉൾപ്പോരുകളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ പോലും ഇന്ന സ്ഥലം ഒന്നും അത് എവിടെയും മെൻഷൻ ചെയ്യില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് ഏത് ഭാഷയിലുള്ള ആൾക്കാർക്കും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, തർജ്ജമ ചെയ്ത് കഴിഞ്ഞാൽ ഈ പടം ദഹിക്കും. അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒന്നൊന്നര മ്യൂസിക്കാണ് ഈ പടത്തിനകത്തുള്ള ആ BGM പാർട്ട് എന്ന് പറഞ്ഞാൽ കലക്കനാണ്. പിന്നെ കളർ ഗ്രേഡുകൾ കൊടുത്തിരിക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. അതൊന്നും ഇന്ന് വരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ല. ഇന്ത്യൻ സിനിമയിൽ ഈ രീതിയിലുള്ളൊരു വയലൻസ് പാക്ക് ചെയ്തിട്ട് മൂവി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു ക്യാരക്ടറിന് ഏറ്റവും യോജിച്ച ആളാണ് ഉണ്ണിമുകുന്ദൻ എന്നുള്ള കാര്യമാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ആ രീതിയിൽ ബോഡിയെ അദ്ദേഹം ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ക്ലൈമാക്സ് സീനിലൊക്കെ ഉള്ള ഫൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഷർട്ടൊക്കെ ഊരിയിട്ട് നല്ല ബോഡിയൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സീക്വൻസുകളൊക്കെ ഉണ്ട്. ഒക്കെ നല്ല ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. വേറെ ഒരു പടത്തിലും നമ്മൾ ഇന്നേ വരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത രീതിയിലുള്ളൊരു ആക്ഷനാണ് ഈ പടത്തിലുള്ളത്. ആക്ഷൻ കൊറിയോഗ്രാഫിക്കൊക്കെ എന്ന് പറഞ്ഞാൽ 100-ൽ 110 മാർക്ക് കൊടുക്കുക, ആ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ 1-to-1 അപ്രോച്ച് എന്നുള്ള രീതിയിൽ ഒരു 100 ആൾക്കാരെ പിന്നെ അടിച്ചിടുന്നത്, ഒരാൾ കഴിഞ്ഞാൽ അടുത്ത ആൾ അങ്ങനെ അടിച്ച് പോകുന്നതൊക്കെ ഓരോ സീനുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. പിന്നെ വയലൻസ് ആണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. പക്ഷേ വയലൻസിനാണ് ഈ പടത്തിൻ്റെ മുഖമുദ്ര എന്നുള്ളതാണ് സത്യം. ഒരിക്കലും 18 വയസ്സിൻ്റെ ചോടെയുള്ള കുട്ടികളെ ഈ പടം കാണിക്കരുത്. വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ആ രീതിയിലുള്ള വയലൻസാണ് കാണിക്കുന്നത്. വയലൻസ് പറഞ്ഞാൽ ചെറിയൊരു വയലൻസ് ഒന്നല്ല. കയ്യൊക്കെ ഇങ്ങനെ മറ്റേ ആക്സോ ബ്ലേഡ് വെച്ചിട്ട് മരമൊക്കെ കട്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രിസിറ്റി ഡ്രിവൺ ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് മരം കട്ട് ചെയ്യുന്ന ഒരു ഈർച്ചവാള് വരുന്ന സാധനമില്ല, അത് വെച്ചിട്ട് കയ്യും കാലൊക്കെ ഒരു 10-20 ആൾക്കാരെ അടുപ്പിച്ച് ഉണ്ണിമുകുന്ദൻ വെട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ആ സീനുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ട്രോമാറ്റിക് ആയിട്ട് തോന്നും. അതുപോലെ തന്നെ ഇതിനകത്തുള്ള തലവെട്ടൽ സീനുകൾ, പിന്നെ ക്ലൈമാക്സിനോട് അനുബന്ധിച്ചിട്ട് വില്ലന്മാർ ഉണ്ണിമുകുന്ദൻ്റെ വീട്ടിൽ കയറിയിട്ട് ചെയ്യുന്ന കുറച്ച് അക്രമങ്ങളുണ്ട്. അതിൽ ഓരോരുത്തരുടെ മുകളിൽ ചെയ്തു കൂട്ടുന്ന അട്രോസിറ്റി, ഒരു വല്ലാത്ത രീതിയിലുള്ള വയലൻസാണ് അതിനകത്ത് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. കുട്ടികളുടെ മുകളിൽ പോലും ഈ ഗ്യാസ് സിലിണ്ടറൊക്കെ എടുത്തിട്ട് മുഖത്ത് ഇടിച്ച് കൊല്ലുന്ന രീതിയിലുള്ള അങ്ങനത്തെ കൊടൂര വയലൻസ് സീനുകളുണ്ട്. പക്ഷേ ആ പടത്തിൽ ആവശ്യവുമാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ പടം വയലൻസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, ഒരിക്കലും വയലൻസിനെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാർ, സോഫ്റ്റ് ഹാർട്ടഡ് പേഴ്സൺസ് ഈ പടം തിയേറ്ററിൽ പോയി കാണരുത്. അത് ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എസ്പെഷ്യലി 18 വയസ്സിൻ്റെ ചുവടുള്ള കുട്ടികളെ ഒരിക്കലും ഇത് കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക. A സർട്ടിഫിക്കറ്റാണ് പടത്തിനുള്ളത്. ഒരിക്കലും അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്നുള്ളതുകൊണ്ട് 18 വയസ്സിൻ്റെ ചുവടുള്ള കുട്ടികൾ കാണാതിരിക്കുക. അത് 18 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർ കാണാൻ പറ്റിയ രീതിയിലുള്ള ഒരു പടം തന്നെയാണ്. നല്ല രീതിയിൽ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നൊരു പടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹനീഫ് അദേനിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹനീഫ് അദേനി ചെയ്തിട്ടുള്ള ഗ്രേറ്റ് ഫാദർ ആണെങ്കിലും ശരി, മിഖായിലാണെങ്കിലും ശരി, നല്ല വർക്കുകളായിരുന്നു. നല്ല രീതിയിൽ പടങ്ങൾ എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരാൾ തന്നെയാണ് ഹനീഫ് അദേനി. നല്ല
പിന്നെ മ്യൂസിക്കിൻ്റെ പാർട്ട് പറയുകയാണെങ്കിൽ റെക്സ് വിജയനാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഈ പടത്തിൽ ഇത്രക്കും നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ മ്യൂസിക് ചെയ്തു വെക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞുള്ള കാര്യത്തിൽ നമുക്ക് അത്രക്കും വലിയ അപ്ലോസ് കൊടുത്തേ പറ്റും. അത്രക്കും ഗംഭീര വർക്കാണ് റെക്സ് വിജയൻ ചെയ്തു വെച്ചിട്ടുള്ളത്. പടത്തിലെ കാസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പറ്റം ആൾക്കാരുണ്ട്. ആ ഉള്ള ആൾക്കാരൊക്കെ നല്ല പണി എടുപ്പിച്ചിട്ടുമുണ്ട്. അതായത് ഇതിനകത്തുള്ള നമ്മളെ അഡാട്ട് ജോർജ് എന്ന് പറഞ്ഞ ക്യാരക്ടർ മിഖായിലുള്ള പുള്ളിക്കാരൻ ഇതിനകത്ത് നമ്മളുടെ ഉണ്ണിമുകുന്ദൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ശ്രീജിത്ത് രവി ഉണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. വില്ലൻ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള നമ്മളുടെ ആൻസൺ പോൾ ആയിക്കോട്ടെ, പിന്നെ ഒരു ഹിന്ദിക്കാരനുണ്ട്, നമ്മൾ ടർബോയിലൊക്കെ ഉള്ള ടോളായിട്ടുള്ളൊരു ഹിന്ദിക്കാരൻ, പുള്ളിക്കാരനെ ഈ പടത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വില്ലന്മാരും അതേപോലെ തന്നെ കാസ്റ്റിംഗ് നിരയുക എന്ന് പറഞ്ഞാൽ ഈ പടത്തിലേക്ക് അത്രയും യോജിച്ച ആൾക്കാരെ അവർ പിക്ക് ചെയ്ത് എടുത്തു വെച്ചു എന്നുള്ള കാര്യത്തിൽ നമുക്ക് അവരെ അത്രക്കും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും. പിന്നെ എടുത്ത് പറയേണ്ട വേറൊരു പെർഫോമൻസ് പറഞ്ഞാൽ ജഗദീഷിൻ്റെയാണ്. ജഗദീഷിൻ്റെ കാര്യം നമുക്കറിയാം, പണ്ടത്തെ കാലത്ത് എച്ച്.എസ്.മി എന്നുള്ള ആ ഒരു ലെവലൊന്നല്ല ഇപ്പോൾ. അത്രക്കും വെറൈറ്റി പടങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലീല എന്നുള്ള പടത്തിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. അതേപോലെ റോഷാക്ക് എന്നുള്ള പടത്തിലുള്ള ആ ഒരു പോലീസുകാരൻ്റെ റോള് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഇനി ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പടങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെ ഫാലിമി എന്ന പടത്തിലുള്ള പെർഫോമൻസ്, ഈ ഒരു പടം അദ്ദേഹം ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. ഒരു വല്ലാത്തൊരു വൃത്തികെട്ട ഒരു ക്യാരക്ടർ. അത് അദ്ദേഹത്തിൻ്റെ ആ പെർഫോമൻസ് നമുക്ക് അത്രക്കും ഇമ്പാക്റ്റ് തരുന്ന രീതിയിലുള്ള റോളാണ് ഇതിനകത്ത് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു കൊടൂരമില്ല, പക്ഷേ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാൾ ആ രീതിയിലുള്ള ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ജഗദീഷിന് കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ എന്തായാലും ഈ പടത്തിൽ അത്രക്കും അകമഴിഞ്ഞ് വർക്ക് ചെയ്തിട്ടുള്ള ഉണ്ണിമുകുന്ദനെയാണ് നമ്മൾ അത്രക്കും പ്രശംസിക്കേണ്ടത്. കാരണം ഈ ഒരു പടം മലയാളത്തിലെ ഒരു KGF എന്നുള്ള രീതിയിൽ നമുക്കിതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാം. കാരണം ഇത്രക്കും ലെവലിൽ ഒരു പടം മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അതിന് ഒരുപാട് ഡ്രോബാക്കുകളുണ്ട്. ലൈക്ക് വയലൻസ് ഭയങ്കര കൂടുതലാണ്. 18 വയസ്സിൻ്റെ ചോടുള്ള കുട്ടികളെ ഈ പടം കാണിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ഗംഭീര ആക്ഷൻ പാക്ഡ് മൂവിയാണ്. ഒരു 18 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ തിയേറ്ററിൽ പോയിട്ട് ആർത്ത് ഉല്ലസിച്ച് ഈ ക്രിസ്മസും ന്യൂ ഇയറും അടിച്ച് പൊളിച്ച് വരാൻ പറ്റിയ രീതിയിലുള്ള ഒരു 1.5 തിയേറ്റർ വാച്ച് മൂവിയാണ് മാർക്കോ.